ഹായ്, നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് കാഷീസ് തിയറം. കാഷീസ് തിയറം പറയുന്നത് ലെറ്റ് എഫ് ഇസഡ് ബി ആൻ അനാലിറ്റിക് ഫംഗ്ഷൻ അറ്റ് ആൾ പോയിന്റ്സ് ഇൻ എ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ഡി. Then for any closed contour C within D, then integral over C f z dz equal to 0. അതായത് എഫ് ഇസഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡി എന്ന് പറയുന്ന ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ അതിനകത്ത് അനാലിറ്റിക് ആണെങ്കിൽ, അതിനകത്തുള്ള എല്ലാ പോയിന്റ്സിനകത്തും അനാലിറ്റിക് ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ ഡൊമൈൻ ഡിക്കകത്ത് വരുന്ന ഒരു സിംപ്ലി ക്ലോസ്ഡ് കർവ്, ക്ലോസ്ഡ് കോണ്ടൂർ സി, അപ്പൊ ഇന്റഗ്രൽ ഓവർ സി എഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു 0 എന്നാണ്. അതായത് എഫ് ഇസഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡി എന്ന് പറയുന്ന ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമൈനകത്ത് എല്ലാ പോയിന്റ്സിനും അനാലിറ്റിക് ആണെങ്കിൽ, അതിനകത്ത് വരുന്ന ഒരു ക്ലോസ്ഡ് കോണ്ടൂർ ആയ സി എടുക്കുകയാണെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു 0 എന്നാണ്. നെക്സ്റ്റ് അബൌട്ട് കാഷീസ് ഇന്റഗ്രൽ ഫോർമുല. Let f z be an analytic function at all points within and on a simple closed contour C. Then for any point within C, then integral over C f z by z minus a dz equal to 2 pi I into f of a, where integrand is taken in the anti-clockwise direction around C. അതായത് പറയുന്നത് എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഒരു ക്ലോസ്ഡ് കോണ്ടൂർ സി, ഇതിനകത്ത് എഫ് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എല്ലാ പോയിന്റ്സിനും അനാലിറ്റിക് ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഇസഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഒരു ക്ലോസ്ഡ് കോണ്ടൂർ സിക്കകത്ത് അനാലിറ്റിക് ആണ്. അങ്ങനെയാണെങ്കിൽ അതിനകത്തുള്ള ഒരു പോയിന്റ് സി എടുക്കുകയാണെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് എ ഡി ഇസഡ് ഈക്വൽ ടു 2 പൈ ഐ ഇൻടു എഫ് ഓഫ് എ ആണ്. നമ്മളുടെ ഇന്റഗ്രേഷൻ ചെയ്യുന്നില്ല. എന്താണ് ഇന്റഗ്രൽ ഓവർ സി? ഇത് പറയുന്നത് ക്ലോസ്ഡ് ഇന്റഗ്രൽ. Integral over C f of z by z minus a dz equal to 2 pi I into f of a. ഇതാണ് കാഷീസ് ഇന്റഗ്രൽ ഫോർമുല. ഇനി എങ്ങനെയാണ് ഡയറക്ഷൻ പറയുന്നത്? ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷൻ എടുക്കുന്നത്. ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷൻ അറൌണ്ട് സി. നെക്സ്റ്റ് അബൌട്ട് ജനറൽ ഫോർമുല ഫോർ കാഷീസ് ഇന്റഗ്രൽ ഫോർമുല. അതായത് ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട്. എഫ് റൈസ് ടു എൻ ഓഫ് എ equal to n factorial by 2 pi I integral over C f z by z minus a the whole raised to n plus 1 dz. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രേഷൻ പാർട്ട് മാത്രം എന്ത് വരും? അതായത് ഇന്റഗ്രൽ ഓവർ സി എഫ് z by z minus a the whole raised to n plus 1 dz equal to ഇത് ഇങ്ങോട്ട് വരും 2 pi I by n factorial f raised to n of a. ഇതാണ് കാഷീസ് ഇന്റഗ്രൽ ഫോർമുലയുടെ ജനറൽ ഫോർമുല. അപ്പൊ ഈ 3 ഫോർമുല യൂസ് ചെയ്താണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത്. അടുത്ത് നമുക്ക് ഇതിന് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അതായത് യൂസിങ് കാഷീസ് ഇന്റഗ്രൽ ഫോർമുല ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി കോസ് പൈ ഇസഡ് ബൈ ഇസഡ് മൈനസ് 2 ഡി ഇസഡ് വേർ സി ഈസ് മോഡ് സെറ്റ് ഈക്വൽ ടു 3. എന്താണ് ഈ മോഡ് സെറ്റ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ? അതൊരു സർക്കിൾ ആണ് വിത്ത് സെന്റർ 0 0 ആൻഡ് റേഡിയസ് 3. മോഡ് സെറ്റ് ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ സർക്കിൾ വിത്ത് സെന്റർ 0 0 റേഡിയസ് 3. ഒരു ഫിഗർ വരച്ചു നോക്കാം. അതായത് സെന്റർ 0 0 ആണ്, റേഡിയസ് 3 ഉള്ള ഒരു സർക്കിൾ. ഇത് 0 0. ഇനി നോക്കേണ്ടത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇന്റഗ്രൽ ഓവർ സി cos pi z by z minus 2 dz. ഇവിടെ നമ്മൾ ഇന്റഗ്രേഷൻ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? കാഷീസ് ഇന്റഗ്രൽ തിയറം വെച്ചിട്ട് നമ്മൾ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കും. ആദ്യം നോക്കേണ്ടത് എന്താണ് ഇതിന്റെ സിംഗുലാർ പോയിന്റ്. സിംഗുലാർ പോയിന്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ അതായത് ഡിനോമിനേറ്ററിന് 0 വരുന്ന പോയിന്റ് ആണ് സിംഗുലർ പോയിന്റ്. ഡിനോമിനേറ്ററിന് 0, അതായത് z മൈനസ് 2 ഈക്വൽ ടു 0 വരുന്ന പോയിന്റ് ആണ് സിംഗുലർ പോയിന്റ്. അതായത് z ഈക്വൽ ടു 2. അപ്പൊ ഈ ഫംഗ്ഷനകത്ത് z ഈക്വൽ ടു 2 എന്നുള്ള പോയിന്റ് ആണ് സിംഗുലർ പോയിന്റ്. അപ്പൊ എന്താണ് പറയുന്നത്? ഈ z ഈക്വൽ ടു 2 എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ കോണ്ടൂറിനകത്താണോ പുറത്താണോ? അത് നോക്കണം. 3 റേഡിയസ് ഉള്ള സർക്കിളാണ്. ആ സർക്കിളിനകത്തായിരിക്കും 2 എന്നുള്ള പോയിന്റ് അല്ലേ?
3 റേഡിയസ് ഉള്ള സർക്കിളാണ്. അതിനകത്തായിരിക്കും 2 എന്നുള്ള പോയിന്റ്. അപ്പൊ എന്ത് പറയാം? Z equal to 2 lies inside the contour C. Z equal to 2 lies inside the contour C. കോണ്ടൂർ എന്ന് പറഞ്ഞാൽ പാത്താണ്, ഒരു ക്ലോസ്ഡ് കർവ്. അപ്പൊ Z equal to 2 lies inside the contour C. നമ്മളിപ്പോ ഈ ഫിഗർ വരച്ചില്ല എങ്കിലും പറയുന്നത് മോഡ് Z equal to 3 എന്നാണ്. ഫിഗർ വരയ്ക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് 2 ആണ്. ഈ 2 അകത്താണോ പുറത്താണോ എങ്ങനെ നോക്കും? അവിടെ വാല്യൂ കൊടുക്കുക. അതായത് മോഡ് 2 3. മോഡ് 2 ആണ് 2 അല്ലേ? 2 ലെസ് ദാൻ 3 അല്ലേ? 3 റേഡിയസ് ഉള്ള സർക്കിൾ അല്ലേ? 3 റേഡിയസ് ഉള്ള സർക്കിൾ അല്ലേ? അപ്പൊ 2 ലെസ് ദാൻ 3 എന്ന് പറയുമ്പോൾ എന്താണ്? അതിനകത്ത് തന്നെയാണ്. അപ്പൊ ലൈസ് ഇൻസൈഡ് ദ കോണ്ടൂർ സി എന്ന് പറയാം. അതായത് റേഡിയസിനേക്കാളും ഗ്രേറ്റർ വാല്യൂ കിട്ടുകയാണെങ്കിൽ നമുക്ക് കോണ്ടൂറിന് പുറത്താണെന്നും ലെസ് ദാൻ ഓർ ഈക്വൽ ടു കിട്ടുകയാണെങ്കിൽ കോണ്ടൂറിനകത്താണെന്നും പറയാം. കോണ്ടൂറിനകത്തും ഈക്വൽ ആണെങ്കിൽ എന്താണ്? ഓൺ വിത്ത് ആൻഡ് ഓൺ എന്നാണ്. ഇനി നമുക്കിവിടെ കാഷീസ് ഇന്റഗ്രൽ തിയറി യൂസ് ചെയ്യാം. എങ്ങനെ യൂസ് ചെയ്യാം? അതായത് ഇന്റഗ്രൽ ഓവർ സി കോസ് പൈ z ബൈ z മൈനസ് 2 dz. ഇതല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇതിന് എങ്ങനെ എഴുതാം? അതായത് ഇന്റഗ്രൽ ഓവർ സി ആ മുകളിലത്തെ മാത്രം എഫ് ഓഫ് z ബൈ z മൈനസ് 2 dz പോലെയാണ് അല്ലേ? അതായത് z മൈനസ് 2 അതിന് 0 വരുമ്പോൾ z ഈക്വൽ ടു 2 എന്നുള്ള പോയിന്റിന് പ്രശ്നമാണ്. അത് ഒഴികെ ബാക്കി എല്ലായിടത്തുമാണ് ഈ കോസ് പൈ z അനാലിറ്റിക് ആയിട്ട് വരുന്നത്. ഈ z ഈക്വൽ ടു 2 എന്നുള്ള പോയിന്റ് ഒഴികെ ബാക്കി എല്ലായിടത്തുമാണ് കോസ് പൈ z അനാലിറ്റിക് ആയിട്ട് വരുന്നത്. അപ്പൊ കോസ് പൈ z എന്ത് പറയാം? എഫ് ഓഫ് z എന്ന് പറയാം. അപ്പൊ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് z ബൈ z മൈനസ് 2 dz എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എന്താണ് കാഷീസ് ഇന്റഗ്രൽ ഫോർമുല വെച്ച് പറയുന്നത്? ഇതിന്റെ വാല്യൂ എന്താണ്? 2 പൈ i ഇൻറ്റു എഫ് ഓഫ് 2 അല്ലേ? ആ പോയിന്റ് 2 അല്ലേ? സിംഗുലർ പോയിന്റ് 2 അല്ലേ? അപ്പൊ 2 പൈ i ഇൻറ്റു എഫ് ഓഫ് 2 ആണ്. നമുക്ക് എഫ് ഓഫ് z എന്താണെന്ന് അറിയാം. എന്താണ് എഫ് ഓഫ് z? എഫ് ഓഫ് z കോസ് പൈ z ആണ്. അപ്പൊ എഫ് ഓഫ് 2 എന്ത് വരും? കോസ് 2 പൈ അല്ലേ? അതായത് 2 പൈ i ഇൻറ്റു കോസ് 2 പൈ. എന്താണ് കോസ് 2 പൈ? 1 ആണ്. അപ്പൊ ആൻസർ എന്ത് കിട്ടും? 2 പൈ i എന്ന് കിട്ടും അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി ഇ റൈസ് ടു z ബൈ z പ്ലസ് 1 dz വേർ c ഈസ് മോഡ് z പ്ലസ് 1 ഈക്വൽ ടു ഹാഫ്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇന്റഗ്രൽ ഓവർ സി ഇ റൈസ് ടു z ബൈ z പ്ലസ് 1 dz. നമ്മളിവിടെ ഇന്റഗ്രേഷൻ ചെയ്യുന്നില്ല. എന്താണ് യൂസ് ചെയ്യേണ്ടത്? നമുക്ക് കാഷീസ് ഇന്റഗ്രൽ തിയറി യൂസ് ചെയ്യാം. അതായത് ആദ്യം എന്ത് ചെയ്യും? നമ്മൾ സിംഗുലാർ പോയിന്റ് കണ്ടുപിടിക്കും. സിംഗുലാർ പോയിന്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ എങ്ങനെയാണ്? സിംഗുലാർ പോയിന്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ പുട്ടിംഗ് ഡിനോമിനേറ്റർ ഈക്വൽ ടു 0. ഡിനോമിനേറ്റർ 0 കൊടുക്കുമ്പോൾ കിട്ടുന്ന പോയിന്റ് ആണ് സിംഗുലാർ പോയിന്റ്. ഡിനോമിനേറ്റർ ആരാണ്? z പ്ലസ് 1. അതിന് 0 കൊടുക്കുമ്പോൾ കിട്ടുന്ന പോയിന്റ് ആരാണ്? z ഈക്വൽ ടു മൈനസ് 1 എന്നാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഒരു സിംഗുലർ പോയിന്റ് കിട്ടി. അതെന്താണ്? z ഈക്വൽ ടു മൈനസ് 1 എന്നാണ്. ഇനി ഈ z ഈക്വൽ ടു മൈനസ് 1 എന്നുള്ള പോയിന്റ് നമ്മുടെ കോണ്ടൂറിനകത്താണോ പുറത്താണോ എന്ന് എങ്ങനെ നോക്കും? z ഈക്വൽ ടു മൈനസ് 1 എന്നുള്ള പോയിന്റ് അത് നമ്മുടെ കോണ്ടൂർ എന്താണ്? മോഡ് z പ്ലസ് 1 ഈക്വൽ ടു ഹാഫ് എന്നാണ്. ഹാഫ് റേഡിയസ് ഉള്ള സർക്കിളാണ്. ഈ z വാല്യൂ കൊടുക്കാം. അതായത് മോഡ് മൈനസ് 1 പ്ലസ് 1 ഹാഫ്. ഇതല്ലേ? നമുക്ക് ആ ഈക്വൽ ടു കൊടുക്കണ്ട. നോക്കാം. എന്താണ് മൈനസ് 1 പ്ലസ് 1? 0. 0യുടെ മോഡല് 0 തന്നെയല്ലേ? അതായത് 0 ലെസ് ദാൻ ഹാഫ് അല്ലേ? നമ്മൾ നോക്കുന്നത് 0 ലെസ് ദാൻ ഹാഫ് ആണോ, അത് ഗ്രേറ്റർ ദാൻ ആണോ, അത് ഈക്വൽ ടു ആണോ എന്നാണ് നോക്കുന്നത്. അപ്പൊ റേഡിയസിനകത്താണ്. റേഡിയസിനേക്കാളും ലെസ് ദാൻ ആണ് ഈ കിട്ടിയ വാല്യൂ. അതിന്റെ അർത്ഥം എന്താണ്? z ഈക്വൽ ടു മൈനസ് 1 ലൈസ് ഇൻസൈഡ് ദ കോണ്ടൂർ സി. ഈ കിട്ടിയ വാല്യൂ നമ്മുടെ റേഡിയസിനേക്കാളും അകത്താണ്. അതായത് z ഈക്വൽ ടു മൈനസ് 1 ലൈസ് ഇൻസൈഡ് ദ കോണ്ടൂർ സി. z ഈക്വൽ ടു മൈനസ് 1 ലൈസ് ഇൻസൈഡ് കോണ്ടൂർ സി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ ഇന്റഗ്രൽ വാല്യൂ ആണ്. അപ്പൊ എന്ത് കിട്ടി? ഒരു സിംഗുലർ പോയിന്റ് ആണ് z ഈക്വൽ ടു മൈനസ് 1. അത് കോണ്ടൂറിനകത്താണ്. അപ്പൊ എന്ത് പറയാം? ഈ ഇന്റഗ്രൽ വാല്യൂ അതായത് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആ z പ്ലസ് 1 താഴെ തന്നെ ഇരിക്കട്ടെ. അവിടെ തന്നെ സിംഗുലർ പോയിന്റ് കിട്ടിയത്. ബാക്കി വരുന്ന ഇ റൈസ് ടു z എഫ് ഓഫ് z എന്ന് കൊടുക്കാം. എഫ് ഓഫ് z പിന്നെ dz
ഇന്റഗ്രൽ ഓവർ സി ഈ ഫോമിലാണ് അല്ലേ, ഈ ഫോമിലാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ബൈ യൂസിങ് കാർഷീസ് ഇന്റഗ്രൽ ഫോർമുല, അതായത് 2πi ഇൻറ്റു എഫ് ഓഫ് ആ പോയിന്റ് അല്ലേ, എഫ് ഓഫ് ആ പോയിന്റ് എന്താണ്, സിംഗുലർ പോയിന്റ് -1, 2πi ഇൻറ്റു എഫ് ഓഫ് -1 അല്ലേ. നമുക്ക് എഫ് ഓഫ് ഇസഡ് അറിയാം, എന്താണ് എഫ് ഓഫ് ഇസഡ്, ഇ റൈസ് ടു ഇസഡ് ആണ്. എഫ് ഓഫ് ഇസഡ് അറിയാം, അത് ഇ റൈസ് ടു ഇസഡ് ആണ്. അപ്പൊ എഫ് ഓഫ് -1 എന്ത് വരും, ഇ റൈസ് ടു -1 ആണ്. അപ്പൊ ആൻസർ എന്ത് വരും, 2πi ഇ റൈസ് ടു -1 ഈക്വൽ ടു 2πi ബൈ ഇ, വിച്ച് ഈസ് ദ ആൻസർ. ഇതിന്റെ ആൻസർ ആയില്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Evaluate integral over c e raised to z by z dz where c is mod z equal to 1. എന്താണ് mod z equal to 1 എന്ന് പറഞ്ഞാൽ, അതൊരു സർക്കിൾ ആണ് വിത്ത് സെന്റർ 0 0 ആൻഡ് റേഡിയസ് 1. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇന്റഗ്രൽ ഓവർ സി ഇ റൈസ് ടു z by z dz. ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് സിംഗുലർ പോയിന്റ്. സിംഗുലർ പോയിന്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ, എങ്ങനെയാണ് സിംഗുലർ പോയിന്റ് കണ്ടുപിടിക്കുന്നത്, ഡിനോമിനേറ്ററിന് 0 കൊടുത്താൽ മതി. സിംഗുലർ പോയിന്റ് ഈസ്, ഡിനോമിനേറ്ററിന് 0 കൊടുക്കുമ്പോൾ കിട്ടുന്ന പോയിന്റ് ആണ് സിംഗുലർ പോയിന്റ്. അപ്പൊ എന്ത് വരും, ഡിനോമിനേറ്റർ ആരാണ്, z ഈക്വൽ ടു 0 ആണ് നമ്മുടെ സിംഗുലർ പോയിന്റ്. ആദ്യം നമ്മൾ സിംഗുലർ പോയിന്റ് കണ്ടുപിടിക്കും. ഇനി ആ കിട്ടിയ പോയിന്റ് നമ്മുടെ കോണ്ടൂറിനകത്താണോ പുറത്താണോ നോക്കണം. നമ്മുടെ കോണ്ടൂർ എന്താണ്, മോഡ് z ഈക്വൽ ടു 1 എന്നാണ്. 1 റേഡിയസ് ആയിട്ടുള്ള ഒരു സർക്കിൾ ആണ്. അപ്പൊ അതിനകത്ത് 0 കൊടുത്താൽ 0 ലെസ് ദാൻ 1 അല്ലേ, ആ കോണ്ടൂറിനകത്ത് തന്നെ അല്ലേ. 1 0 0 സെന്ററും റേഡിയസ് 1 ഉള്ള ഒരു സർക്കിൾ വരച്ചാൽ അതിനകത്ത് തന്നെയല്ലേ 0 എന്നുള്ള പോയിന്റ്. അപ്പൊ എന്ത് പറയാം, വിച്ച് ലൈസ് ഇൻസൈഡ് ദ കോണ്ടൂർ സി. z ഈക്വൽ ടു 0 ലൈസ് ഇൻസൈഡ് ദ കോണ്ടൂർ സി. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എന്ത് പറയാം, അതായത് ഇന്റഗ്രൽ ഓവർ സി. അപ്പൊ ഈ z ഈക്വൽ ടു 0 എന്ന് പറയുന്നത് സിംഗുലർ പോയിന്റ് ആണ്. അപ്പൊ അത് അവിടെ തന്നെ വച്ചിട്ട് z -0 എന്ന് എഴുതാം. മുകളിൽ തന്നെ എഫ് ഓഫ് z dz ഈ ഫോമിലായി. അതായത് മുകളിലത്തേന് മാത്രം എഫ് ഓഫ് z. അപ്പൊ എഫ് ഓഫ് z എന്താണ്, ഇ റൈസ് ടു z, വേർ എഫ് ഓഫ് z ഈക്വൽ ടു ഇ റൈസ് ടു z, വേർ എഫ് ഓഫ് z ഈക്വൽ ടു ഇ റൈസ് ടു z. അപ്പൊ ഈ ഫോമിലായി ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് z ബൈ z -0 dz എന്നുള്ള ഫോമിലായി. അപ്പൊ എന്ത് ചെയ്യാം, കാർഷീസ് ഇന്റഗ്രൽ ഫോർമുല യൂസ് ചെയ്യാം. ബൈ യൂസിങ് കാർഷീസ് ഇന്റഗ്രൽ ഫോർമുല, വാട്ട് അബൌട്ട് ദ വാല്യൂ, 2πi ഇൻറ്റു എഫ് ഓഫ് 0 അല്ലേ, ആ പോയിന്റ് 0. 2πi ഇൻറ്റു എഫ് ഓഫ് 0 അല്ലേ. എന്താണ് എഫ് ഓഫ് z, എഫ് ഓഫ് z ഈസ് ഇ റൈസ് ടു z, ദെൻ എഫ് ഓഫ് 0 ഈസ് ഇ റൈസ് ടു 1, ഇ റൈസ് ടു 0, ഇ റൈസ് ടു 0 ഈസ് 1. അതായത് 2πi ഇൻറ്റു 1. ആൻസർ എന്ത് കിട്ടി, 2πi എന്ന് കിട്ടി. ഇതിന്റെ ആൻസർ ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി z സ്ക്വയർ പ്ലസ് 2z പ്ലസ് 3 ബൈ z സ്ക്വയർ മൈനസ് 1 dz വേർ സി ഈസ് മോഡുലസ് z മൈനസ് 1 ഈക്വൽ ടു 1. നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇന്റഗ്രൽ ഓവർ സി z സ്ക്വയർ പ്ലസ് 2z പ്ലസ് 3 ബൈ z സ്ക്വയർ മൈനസ് 1 dz. ആദ്യം എന്ത് ചെയ്യണം, സിംഗുലർ പോയിന്റ് കണ്ടുപിടിക്കണം. സിംഗുലർ പോയിന്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ടേക്കിംഗ് ഡിനോമിനേറ്റർ ഈക്വൽ ടു 0. സിംഗുലർ പോയിന്റ് കിട്ടുന്നത് എങ്ങനെയാണ്, ഡിനോമിനേറ്ററിന് 0 കൊടുത്താൽ മതി. ആരാണ് ഡിനോമിനേറ്റർ, z സ്ക്വയർ മൈനസ് 1. z സ്ക്വയർ മൈനസ് 1ന് 0 കൊടുക്കുമ്പോൾ എന്താണ്, z സ്ക്വയർ ഈക്വൽ ടു 1 അല്ലേ. അങ്ങനെയാണെങ്കിൽ z ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 അല്ലേ. അപ്പൊ രണ്ട് പോയിന്റ് കിട്ടി, z ഈക്വൽ ടു -1ഉം z ഈക്വൽ ടു +1ഉം. ഇതിൽ ആരൊക്കെ ഈ കോണ്ടൂറിനകത്ത് നോക്കാം. നമ്മുടെ കോണ്ടൂർ എന്താണ്, അതായത് മോഡ് z മൈനസ് 1 ഈക്വൽ ടു 1 എന്നുള്ളതാണ് കോണ്ടൂർ. നമുക്ക് z ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. z ഈക്വൽ ടു 1. അപ്പൊ എന്ത് വരും, മോഡ് z ന് 1 കൊടുക്കുമ്പോൾ 1 മൈനസ് 1 1, 1 മൈനസ് 1 0 അല്ലേ. 0 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 അല്ലേ. 0 അല്ലേ, 0 ലെസ് ദാൻ 1 അല്ലേ അല്ലേ. 1 റേഡിയസ് ഉള്ള സർക്കിളിനകത്താണ് 0 എന്നുള്ള പോയിന്റ്. 0 ലെസ് ദാൻ 1 ആണ്. അപ്പൊ എന്ത് പറയാം, അത് കോണ്ടൂറിനകത്താണ്. അതായത് z ഈക്വൽ ടു 1 ലൈസ് ഇൻസൈഡ് ദ കോണ്ടൂർ സി, ലൈസ് ഇൻസൈഡ് ദ കോണ്ടൂർ സി. അപ്പൊ z ഈക്വൽ ടു 1 കോണ്ടൂറിനകത്താണ്. ഇനി നമുക്ക് z ഈക്വൽ ടു -1 നോക്കണം. അതായത്
ഇസഡ് മൈനസ് 1 ഈക്വൽ ടു 1. പുട്ട് ഇസഡ് ഈക്വൽ ടു -1. ഇസഡിന് -1 കൊടുത്തു നോക്ക്. അപ്പം മോഡ് -1 എന്നല്ലേ? എന്താണ് -1 -2? അതിന്റെ മോഡുലസ് വാല്യൂ എന്താണ്? വെറും 2 അല്ലേ? 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേറ്റർ ദാൻ 1 അല്ലേ? റേഡിയസ് 1 ഉള്ള സർക്കിളിന്റെ പുറത്തല്ലേ 2 എന്നുള്ള പോയിന്റ്? അപ്പൊ എന്താണ്? z ഈക്വൽ ടു -1 ലൈസ് ഔട്ട്സൈഡ് ദ കോണ്ടൂർ C. z ഈക്വൽ ടു -1 ലൈസ് ഔട്ട്സൈഡ് C. നമ്മൾ ഈ കോണ്ടൂറിനകത്ത് പോയിന്റ് കൊടുക്കും. ആ കിട്ടുന്ന വാല്യൂ റേഡിയസിനേക്കാളും ലെസ് ദാൻ ആണെങ്കിൽ ഇൻസൈഡ് ആണ്, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഔട്ട്സൈഡ് ആണ്. നമ്മൾ z ഈക്വൽ ടു -1 കൊടുത്തപ്പോഴത്തേക്ക് നമുക്ക് 2 ആണ് കിട്ടിയത്. 2 ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പൊ എന്താണ്? റേഡിയസിനേക്കാളും വലുതാണ്. അപ്പൊ z ഈക്വൽ ടു -1 ലൈസ് ഔട്ട്സൈഡ് ദ കോണ്ടൂർ C ആണ്. നമുക്ക് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതായത് ഇന്റഗ്രൽ ഓവർ C z² പ്ലസ് 2z പ്ലസ് 3 ബൈ ഈ z² -1 എങ്ങനെ എഴുതാം? z പ്ലസ് 1 ഇൻറ്റു z മൈനസ് 1 എന്ന് എഴുതാം. z പ്ലസ് 1 ഇൻറ്റു z മൈനസ് 1 എന്ന് എഴുതാം. dz. അതായത് ഇന്റഗ്രൽ ഓവർ C നമുക്കിതിനെ ഇന്റഗ്രൽ ഓവർ C z² പ്ലസ് 2z പ്ലസ് 3 ബൈ ഈ z² മൈനസ് 1ന് a² മൈനസ് b പോലെയാണ്. അപ്പൊ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്ന് എഴുതാം. അതായത് z പ്ലസ് 1 ഇൻറ്റു z മൈനസ് 1 എന്ന് എഴുതാം അല്ലേ? ഇനി നമുക്ക് കോണ്ടൂറിനകത്ത് വരുന്ന ആരാണ്? z ഈക്വൽ ടു 1. അതായത് ആ ടേം എന്താണ്? z ഈക്വൽ ടു 1 ആണ് കോണ്ടൂറിനകത്തുള്ളത്. z ഈക്വൽ ടു -1 കോണ്ടൂറിന് വെളിയിലാണ്. z ഈക്വൽ ടു -1 വരുന്ന പോയിന്റ് ഏതാണ്? z പ്ലസ് 1 അല്ലേ? z പ്ലസ് 1 0 എന്ന പോയിന്റ് അല്ലേ? അതായത് z പ്ലസ് 1 ഈ പോയിന്റ് കോണ്ടൂറിന് വെളിയിൽ വരേണ്ട പോയിന്റ് ആണ്. z പ്ലസ് 1ന് 0 കൊടുത്തപ്പോൾ അല്ലേ z ഈക്വൽ ടു -1 വന്നത്? അതല്ലേ കോണ്ടൂറിന് പുറത്ത്. അപ്പൊ അതിനെ കൂടെ പുറത്തോട്ടാക്കുക. പുറത്തുള്ള വാല്യൂവിനെ പുറത്തോട്ടാക്കുക. മറ്റത് അകത്ത് തന്നെ ഇരിക്കട്ടെ. അകത്തുള്ള വാല്യൂ അകത്ത് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഇതിന് എങ്ങനെ പറയാം? അതായത് ഇന്റഗ്രൽ ഓവർ C ഇതിനെ കൂടെ ചേർത്ത് പുതിയ ഫംഗ്ഷൻ ആക്കും. ഈ പുറത്തുള്ള വാല്യൂ ഇല്ലേ അതിനെ കൂടെ ചേർത്ത് പുതിയ ഫംഗ്ഷൻ ആക്കും. അതായത് z² പ്ലസ് 2z പ്ലസ് 3 ബൈ z പ്ലസ് 1 ഒരു ബ്രാക്കറ്റ് ബൈ z മൈനസ് 1 dz. ഇത് നമുക്ക് എങ്ങനെ എഴുതാമല്ലോ? അതായത് z ഈക്വൽ ടു -1 ആണ് കോണ്ടൂറിന് പുറത്ത്. ആ ടേം എന്താണ്? z പ്ലസ് 1 ആണ്. അപ്പൊ ആ z പ്ലസ് 1നെ കൂടെ മുകളിലോട്ട് ആക്കിയിട്ട് അതും കൂടെ ചേർത്തൊരു പുതിയ ഫംഗ്ഷൻ ആക്കി. നമുക്ക് ആ ഫംഗ്ഷന് f ഓഫ് z പേര് കൊടുക്കാം. ഈ ഫംഗ്ഷനാണ് f ഓഫ് z. അപ്പൊ ഇത് എന്ത് ഫോമിലായി? ഇന്റഗ്രൽ ഓവർ C f ഓഫ് z ബൈ z മൈനസ് 1 dz എന്നുള്ള ഫോമിലായി അല്ലേ? അപ്പൊ ഇനി എന്താണ്? കാഷീസ് ഇന്റഗ്രൽ തിയറം വെച്ചിട്ട് എന്ത് പറയാം? 2πi ഇൻറ്റു f ഓഫ് 1 അല്ലേ? അതായത് 2πi ഇൻറ്റു f ഓഫ് 1 അല്ലേ? എന്താണ് f ഓഫ് z? f ഓഫ് z അറിയാമല്ലോ. f ഓഫ് z ഈക്വൽ ടു z² പ്ലസ് 2z പ്ലസ് 3 ബൈ z പ്ലസ് 1. അപ്പൊ എന്താണ് f ഓഫ് 1? 1 പ്ലസ് 2 പ്ലസ് 3 ബൈ 2. അപ്പൊ എന്ത് കിട്ടും? 6/2 വിച്ച് ഈസ് 3. അതായത് 2πi ഇൻറ്റു 3. 2πi ഇൻറ്റു 3. അപ്പൊ ആൻസർ എന്താണ്? 6πi. നമുക്ക് ആൻസർ കിട്ടി. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ C cos π z² പ്ലസ് sin π z² ബൈ z മൈനസ് 1 ഇൻറ്റു z മൈനസ് 2 dz വേർ C ഈസ് മോഡ് z ഈക്വൽ ടു 3. മോഡ് z ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 0 സെന്ററും 3 റേഡിയസും ഉള്ള ഒരു സർക്കിൾ ആണ്. ഇനി ആദ്യം എന്ത് ചെയ്യണം? ഈ ഇന്റഗ്രേഷൻ വാല്യൂ കണ്ടുപിടിക്കുന്ന ആദ്യം എന്ത് ചെയ്യണം? സിംഗുലർ പോയിന്റ് കാണണം. സിംഗുലർ പോയിന്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഡിനോമിനേറ്റർ 0 കൊടുത്താൽ മതി. സിംഗുലർ പോയിന്റ് ഈസ് ഡിനോമിനേറ്റർ 0 വരുന്ന പോയിന്റ്സ് എന്താണ്? z ഈക്വൽ ടു 1 ആൻഡ് z ഈക്വൽ ടു 2. ഡിനോമിനേറ്റർ 0 കൊടുക്കുമ്പോൾ കിട്ടുന്ന പോയിന്റ് ആണ് സിംഗുലർ പോയിന്റ്. അപ്പൊ എന്ത് കിട്ടും? സിംഗുലർ പോയിന്റ് ഈസ് z ഈക്വൽ ടു 1 ആൻഡ് z ഈക്വൽ ടു 2. ഈ രണ്ട് പോയിന്റും നമ്മുടെ കോണ്ടൂറിനകത്തല്ലേ? അതായത് മോഡ് z ഈക്വൽ ടു 3 ആണ്. 3 റേഡിയസ് ഉള്ള സർക്കിൾ ആണ്. 3 റേഡിയസ് ഉള്ള സർക്കിളിനകത്താണ് z ഈക്വൽ ടു 1 ഉം z ഈക്വൽ ടു 2 ഉം അല്ലേ? ബോത്ത് ദീസ് പോയിന്റ്സ്
lies inside the contour C. രണ്ടുപേരും നമ്മുടെ കോണ്ടൂറിനകത്താണ്. അപ്പൊ നമുക്ക് ഇന്റഗ്രേഷൻ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് ഇന്റഗ്രൽ ഓവർ സി കോസ് പൈ ഇസെഡ് സ്ക്വയർ പ്ലസ് സൈൻ പൈ ഇസെഡ് സ്ക്വയർ ബൈ ഇസെഡ് മൈനസ് 1 ഇൻറ്റു ഇസെഡ് മൈനസ് 2. ഇത് രണ്ട് ഇന്റഗ്രേഷന്റെ സമ്മായിട്ട് വരും. രണ്ട് ഇന്റഗ്രേഷന്റെ സമ്മായിട്ടാണ് വരുന്നത്. ആദ്യം നമ്മൾ ഒരെണ്ണത്തിന് മുകളിലോട്ടാക്കും, മറ്റേ താഴെ വെച്ചിരിക്കും. പ്ലസ് അടുത്ത് വീണ്ടും മറ്റേതിനെ മുകളിലോട്ടാക്കിയിട്ട് ആദ്യത്തെ താഴെ വെച്ചിരിക്കും. രണ്ടെണ്ണത്തിന്റെ സമ്മാണ് നോക്കിക്കേ. അതായത് ഇന്റഗ്രൽ ഓവർ സി, ആ മുകളിലുള്ളത് കോസ് പൈ ഇസെഡ് സ്ക്വയർ പ്ലസ് സൈൻ പൈ ഇസെഡ് സ്ക്വയർ. ആദ്യം ഇസെഡ് മൈനസ് 1 മുകളിലോട്ടാക്കാം, അത് ചേർത്തൊരു ഫംഗ്ഷൻ ബൈ ഇസെഡ് മൈനസ് 2 ഡി ഇസെഡ് പ്ലസ് വീണ്ടും ഇന്റഗ്രേഷൻ, അതായത് കോസ് പൈ ഇസെഡ് സ്ക്വയർ പ്ലസ് സൈൻ പൈ ഇസെഡ് സ്ക്വയർ. ഇവിടെ ഡി ഇസെഡ് ഉണ്ട്, ഇവിടെ ഞാൻ ആരെ പുറത്താക്കണം? ഇസെഡ് മൈനസ് 2 മുകളിലും ഇസെഡ് മൈനസ് 1 താഴെയും. ഇസെഡ് മൈനസ് 2 ഇസെഡ് മൈനസ് 1 ഇങ്ങനെയാണ്. അതായത് രണ്ട് ഇന്റഗ്രേഷന്റെ സമ്മായിട്ട് വരും. നമുക്ക് ഈ രണ്ട് പോയിന്റ്സും ഇസെഡ് ഈക്വൽ ടു 1ഉം ഇസെഡ് ഈക്വൽ ടു 2ഉം രണ്ടുപേരും നമ്മുടെ കോണ്ടൂറിനകത്താണ്. അപ്പോൾ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ ആദ്യം ഇസെഡ് മൈനസ് 1 മുകളിലോട്ട് ആക്കിയിട്ട് ഇസെഡ് മൈനസ് 2 താഴെ തന്നെ വെച്ചിരുന്നു. പ്ലസ് അടുത്ത നേരെ തിരിച്ച് ഇസെഡ് മൈനസ് 2 മുകളിലും ഇസെഡ് മൈനസ് 1 താഴെയും. ഇനി എന്താണ്? ഈ പറയുന്ന ഫംഗ്ഷനാണ് എഫ് ഓഫ് ഇസെഡ്. ഇതിന് നമുക്ക് ജി ഓഫ് ഇസെഡ് എന്ന് പറയാം. ജി ഓഫ് ഇസെഡ്. അപ്പൊ എഫ് ഓഫ് ഇസെഡ് എന്താണ്? കോസ് പൈ ഇസെഡ് സ്ക്വയർ പ്ലസ് സൈൻ പൈ ഇസെഡ് സ്ക്വയർ ബൈ ഇസെഡ് മൈനസ് 1 ആണ്. അപ്പൊ എന്താണ് ജി ഓഫ് ഇസെഡ്? കോസ് പൈ ഇസെഡ് സ്ക്വയർ പ്ലസ് സൈൻ പൈ ഇസെഡ് സ്ക്വയർ ബൈ ഇസെഡ് മൈനസ് 2 ആണ്. അപ്പൊ എന്ത് പറയാം? നമ്മുടെ കാഷീസ് ഇന്റഗ്രൽ ഫോർമുല വെച്ചിട്ട് ബൈ കാഷീസ് ഇന്റഗ്രൽ ഫോർമുല. ഇത് ഏത് ഫോർമുലയാണ്? ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസെഡ് ബൈ ഇസെഡ് മൈനസ് 2 ഡി ഇസെഡ് അല്ലേ ആദ്യത്തത്. പ്ലസ് രണ്ടാമത് എന്താണ്? ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസെഡ് ബൈ ഇസെഡ് മൈനസ് 1 ഡി ഇസെഡ് ആണ്. അപ്പൊ ആൻസർ എന്ത് വരും? ബൈ കാഷീസ് ഇന്റഗ്രൽ ഫോർമുല. ഇതെന്താണ്? 2 പൈ ഐ ഇൻറ്റു എഫ് ഓഫ് 2. 2 പൈ ഐ എഫ് ഓഫ് 2. രണ്ടാമത്തെ ആൻസർ എന്താണ്? 2 പൈ ഐ ഇൻറ്റു ജി. മറ്റേ നമുക്ക് ജി ഓഫ് ആണ്, മറ്റേ എഫ് ഓഫ് അല്ല, ജി ഓഫ് ആണ്. ജി ഓഫ് ഇസെഡ്. അപ്പൊ അടുത്ത എന്താണ്? 2 പൈ ഐ ഇൻറ്റു ജി ഓഫ് 1. ഇതല്ലേ 2 പൈ ഐ ഇൻറ്റു എഫ് ഓഫ് 2 പ്ലസ് 2 പൈ ഐ ഇൻറ്റു ജി ഓഫ് 1 ആണ്. ഇനി എഫ് ഓഫ് ഇസെഡിനകത്ത് 1 കൊടുക്കുമ്പോൾ എന്ത് വരും? അത് കൊടുത്ത് നോക്കാം. ടു പൈ ഐ നമുക്ക് വെളിയിലാക്കാം. 2 പൈ ഐ ഇൻറ്റു എഫ് ഓഫ് 2 പ്ലസ് ജി ഓഫ് 1 ആണ്. അതായത് 2 പൈ ഐ എഫ് ഓഫ് ഇസെഡിനകത്ത്, എഫ് ഓഫ് ഇസെഡ് എന്താണ്? ഈ പറയുന്നതാണ് എഫ് ഓഫ് ഇസെഡ്. അതിൽ ഇസെഡിന് നമുക്ക് 2 കൊടുക്കാം. അപ്പൊ എന്ത് വരും? കോസ് പൈ ഇസെഡ് സ്ക്വയർ അല്ലേ. അപ്പൊ എന്താണ്? കോസ് 4 പൈ. 2 വരുമ്പോഴത്തേക്ക് കോസ് 4 പൈ പ്ലസ് സൈൻ 4 പൈ ബൈ ഇസെഡ് മൈനസ് 2 എന്നല്ലേ. അവിടെ 2 കൊടുക്കുമ്പോൾ എന്ത് വരും? അതായത് എഫ് ഓഫ് ഇസെഡ് എന്ന് പറയുന്നത് കോസ് പൈ ഇസെഡ് സ്ക്വയർ പ്ലസ് സൈൻ പൈ ഇസെഡ് സ്ക്വയർ ബൈ ഇസെഡ് മൈനസ് 1 ആണ്. ഈ മുകളിൽ കിടക്കുന്നില്ല, ഇത്രയും മാത്രമാണ് എഫ് ഓഫ് ഇസെഡ്. അപ്പൊ അതിന് നമ്മൾ എഫ് ഓഫ് 2 കൊടുക്കുകയാണ്. എഫ് ഓഫ് 2 കൊടുക്കുമ്പോൾ എന്ത് വരും? കോസ് 4 പൈ പ്ലസ് സൈൻ 4 പൈ ബൈ ഇസെഡിന് നമ്മൾ 2 ആണ് കൊടുക്കുന്നത്. 2 മൈനസ് 1. 2 മൈനസ് 1 പ്ലസ് എന്താണ്? ജി ഓഫ് ഇസെഡ്. ഇത്രയുമാണ് ജി ഓഫ് ഇസെഡ്. ഇതിനകത്ത് നമ്മൾ ജി ഓഫ് 1 കൊടുക്കുകയാണ്. ജി ഓഫ് 1 കൊടുക്കുകയാണ്. അപ്പൊ എന്ത് വരും? കോസ് പൈ പ്ലസ് സൈൻ പൈ ബൈ നമ്മൾ എന്താണ് കൊടുക്കാൻ പോണത്? 1 ആണ് കൊടുക്കാൻ പോണത്. അപ്പൊ 1 മൈനസ് 2 ഇങ്ങനെ കിട്ടും. ഇനി എന്താണ് കോസ് 4 പൈ? 1 ആണ്. സൈൻ 4 പൈ എന്താണ്? 0 ആണ്. സൈൻ n പൈ 0 ആണ്. അപ്പൊ സൈൻ പൈയും 0 ആണ്, സൈൻ n പൈ 0 ആണ്. അതുകൊണ്ട് സൈൻ പൈയും സൈൻ 4 പൈയും 0 ആണ്. ഇനി കോസ് പൈ എന്താണ്? മൈനസ് 1 ആണ്. കോസ് പൈ മൈനസ് 1 ആണ്. അതായത് കോസ് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ എന്ന് പറയുന്നത് മൈനസ് 1ഉം കോസ് ഓഫ് ഈവൻ മൾട്ടിപ്പിൾ ഓഫ് പൈ എന്താണ്? 1ഉം ആണ്.
അപ്പൊ എന്ത് കിട്ടും? 2πi ഇവിടെ 1 മാത്രം ബൈ 1 പ്ലസ് അവിടെ എന്താണ് -1 ബൈ -1 പ്ലസ് 1. നമുക്ക് ആൻസർ എന്ത് കിട്ടും? 4πi എന്ന് കിട്ടും. ആൻസർ കിട്ടി കഴിഞ്ഞു 4πi എന്ന്. അടുത്തൊരു ക്വസ്റ്റൻ ആണ്. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ c sin square z by z minus pi by 6 the whole cube dz where c is mod z equal to 1. ആദ്യം എന്ത് ചെയ്യും? സിംഗുലർ പോയിന്റ് കണ്ടുപിടിക്കണം. സിംഗുലർ പോയിന്റ് ഈസ് എന്താണ് സിംഗുലർ പോയിന്റ്? ഡിനോമിനേറ്റർ 0 വരുന്ന പോയിന്റ് സിംഗുലർ പോയിന്റ്. അതായത് z ഈക്വൽ ടു pi by 6. ഇതാണ് സിംഗുലർ പോയിന്റ്. ഇത് കോണ്ടൂറിനകത്താണോ പുറത്താണോ? എങ്ങനെ നോക്കും? എന്താണ് കോണ്ടൂർ? 0 0 സെന്ററും 1 റേഡിയസുമുള്ള സർക്കിളാണ്. ഇവിടെ ഈ പൈക്ക് പകരം 3.14 എന്ന് കൊടുക്കുക. 3.14 by 6 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 അല്ലേ? 3.14 by 6 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ആണ്. അപ്പൊ എന്ത് പറയാം? ലൈസ് ഇൻസൈഡ് ദ കോണ്ടൂർ സി. മോഡ് ഇസെറ്റ് റേഡിയസ് ആയിട്ട് മോഡ് ഇസെറ്റ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ സർക്കിളിന്റെ അകത്താണ് ഈ പോയിന്റ്. അതായത് ഇസെറ്റ് ഈക്വൽ ടു pi by 6 ലൈസ് ഇൻസൈഡ് ദ കോണ്ടൂർ സി. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദി ഇന്റഗ്രന്റ് ഈസ് അനാലിറ്റിക് എക്സെപ്റ്റ് അറ്റ് z ഈക്വൽ ടു pi by 6. z ഈക്വൽ ടു pi by 6 എന്ന പോയിന്റ് ഒഴികെ ബാക്കി എല്ലായിടത്തും നമ്മുടെ ഇന്റഗ്രന്റ് അനാലിറ്റിക് ആണ് അല്ലേ? z ഈക്വൽ ടു pi by 6 ഒഴികെയുള്ള ബാക്കി എല്ലാ പോയിന്റിലും ഇന്റഗ്രന്റ് അനാലിറ്റിക് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇത് ജനറൽ കാർഷീസ് ഇന്റഗ്രൽ ഫോർമുല യൂസ് ചെയ്താൽ പോരെ? അതായത് ഇന്റഗ്രൽ ഓവർ c sin സ്ക്വയർ z by z minus pi by 6 the whole cube dz. എന്താണ് ജനറൽ ഫോർമുല ഫോർ കാർഷീസ് ഇന്റഗ്രൽ തിയറം വെച്ചിട്ട്? അതായത് 2πi ബൈ n ഫാക്ടോറിയൽ ഇല്ലേ? n ഫാക്ടോറിയൽ. ഇവിടെ n+1 വരുമ്പോഴാണ് ഇവിടെ n ഫാക്ടോറിയൽ വരുന്നത്. അപ്പൊ എന്ത് വരും? ഒരെണ്ണം കുറച്ചിട്ട് 2 ഫാക്ടോറിയൽ 2πi ബൈ 2 ഫാക്ടോറിയൽ. അടുത്തെന്താണ്? f2 ഡാഷ് ഓഫ് ആ പോയിന്റ് pi by 6. ഇതാണ് നമ്മുടെ കാർഷീസ് ഇന്റഗ്രൽ തിയറത്തിന്റെ ജനറൽ ഫോർമുല വെച്ച് പറയുന്നത്. 2πi ബൈ ഇവിടെ 3 ആയതുകൊണ്ട് ഒരെണ്ണം കുറച്ചിട്ട് 2 ഫാക്ടോറിയൽ. അടുത്ത് f2 ഡാഷ് ഓഫ് pi by 6. ഇതാണ് ഫോർമുല. എന്താണ് 2 ഫാക്ടോറിയൽ? 2 ആണ്. അപ്പൊ അവിടെ pi i മാത്രം വരും. pi i. നമുക്ക് f of z അറിയാം. f of z എന്താണ്? sin square z ആണ്. f of z sin square z ആണ്. അതായത് എന്ത് ഫോർമുല ആണ്? ഇന്റഗ്രൽ ഓവർ c f of z by z minus pi by 6 the whole cube dz എന്നാണ്. ഇതിന്റെ അല്ലേ നമുക്ക് ഇങ്ങനെ പറയുന്നത്? ഈ ഫോമിൽ വരുമ്പോഴാണ് നമ്മൾ 2πi ബൈ 2 ഫാക്ടോറിയൽ f2 ഡാഷ് ഓഫ് pi by 6 എന്ന് പറയുന്നത്. ഇനി എന്താണ് f of z? f of z എന്താണ്? sin സ്ക്വയർ z ആണ്. ഇവിടെ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. f ഡാഷ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ്. f2 ഡാഷ് എന്താണ്? സെക്കൻഡ് ഡെറിവേറ്റീവ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം. f ഡാഷ് ഓഫ് z എന്താണ് ഫസ്റ്റ് ഡെറിവേറ്റീവ്? sin സ്ക്വയർ z ന് 2 sin z. sin z നോ cos z. എന്താണ് 2 sin z cos z? sin 2z അല്ലേ? sin 2z. അടുത്ത എന്ത് വേണം? സെക്കൻഡ് ഡെറിവേറ്റീവ് f2 ഡാഷ് z എന്ത് വരും? sin 2z ന് cos 2z. 2z ന്റെ ഒരു 2 കൂടെ ഉണ്ട് അല്ലേ? ഇനി f2 ഡാഷ് ഓഫ് pi by 6 എന്ത് വരും? f2 ഡാഷ് ഓഫ് pi by 6 എന്താണ്? 2 cos 2 pi by 6. അപ്പൊ എന്ത് വരും? 2 cos pi by 3 അല്ലേ? എന്താണ് cos pi by 3? എന്താണ് pi by 3? 60. cos 60. cos 60 is 1/2. അപ്പൊ 2 into 1/2 നമുക്ക് 1 ആണ് കിട്ടും. അതല്ലേ f2 ഡാഷ് ഓഫ് pi by 6 ന്റെ വാല്യൂ 1 എന്ന് കിട്ടി. അതിനെ കൂടെ ഇവിടെ വെച്ചാൽ മതി. pi i into 1. അപ്പൊ ആൻസർ എന്താണ്? pi i എന്ന് കിട്ടി. pi i എന്ന് കിട്ടി. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ c e raised to 2z by z plus 1 the whole raised to 4 dz where c is mod z equal to 2. അതായത് എന്താണ് മോഡ് z equal to 2 എന്ന് പറഞ്ഞാൽ 0 0 സെന്റർ ഉള്ള 2 റേഡിയസ് ഉള്ള ഒരു സർക്കിളാണ്. ആദ്യം എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് ഈ ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കണം. നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുന്നില്ല. എന്ത് ചെയ്യും? സിംഗുലർ പോയിന്റ് കണ്ടുപിടിക്കും. സിംഗുലർ പോയിന്റ് എന്താണ്? ഡിനോമിനേറ്റർ 0 കൊടുത്താൽ മതി. സിംഗുലർ പോയിന്റ് ഈസ് എന്താണ്? സിംഗുലർ പോയിന്റ് ഡിനോമിനേറ്റർ 0 കൊടുക്കുമ്പോൾ കിട്ടുന്ന പോയിന്റ്.
അതായത് ഇസഡ് ഈക്വൽ ടു -1 അല്ലേ? ഇസഡ് ഈക്വൽ ടു -1 ആണ് നമ്മുടെ സിംഗുലർ പോയിന്റ്. ഇസഡ് ഈക്വൽ ടു -1 നമ്മുടെ കോണ്ടൂറിനകത്താണോ പുറത്താണോ? മോഡ് ഇസഡ് ഈക്വൽ ടു 2 എന്നല്ലേ? അപ്പൊ അതായത് മോഡ് ഇസഡ് ഈക്വൽ ടു 2 എന്നുള്ളതാണ് കോണ്ടൂർ. മോഡ് ഓഫ് -1 2, അതായത് 1 അല്ലേ, <2 അല്ലേ, കോണ്ടൂറിനകത്തല്ലേ? 0 0 സെന്ററും 2 റേഡിയസുമുള്ള സർക്കിളിനകത്താണ് ഈ -1 എന്നുള്ള പോയിന്റ്. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതിനകത്ത് ഈ പോയിന്റ് കൊടുത്താൽ മതി. അപ്പൊ 1 <2 എന്ന് കിട്ടി. അപ്പൊ എന്ത് പറയാം, അത് കോണ്ടൂറിനകത്താണ്. ഇസഡ് ഈക്വൽ ടു -1 ലൈസ് ഇൻസൈഡ് സി. നമ്മുടെ കോണ്ടൂറിനകത്താണ് ഇസഡ് ഈക്വൽ ടു -1 എന്നുള്ള പോയിന്റ്. അപ്പൊ എന്ത് പറയാം, ദി ഇന്റഗ്രൽ ഈസ് അനാലിറ്റിക് എക്സെപ്റ്റ് അറ്റ് ഇസഡ് ഈക്വൽ ടു -1. ഇനി അതെന്ത് ഫോമിലാണ്? ഇന്റഗ്രൽ ഓവർ സി ഇ റൈസ് ടു 2z ബൈ z പ്ലസ് 1 ദ ഹോൾ റൈസ് ടു 4 dz എന്ന് പറയുന്നത്. ഇതിനെങ്ങനെ എഴുതാം? ഇന്റഗ്രൽ, ഇതല്ലേ സിംഗുലർ പോയിന്റ് വരുന്ന പോയിന്റ്, അതവിടെ താഴെ വെച്ചിരിക്കും. മറ്റേ എഫ് ഓഫ് ഇസ് കൊടുക്കാം. എഫ് ഓഫ് z ബൈ z പ്ലസ് 1 ദ ഹോൾ റൈസ് ടു 4 dz. ഇങ്ങനെയാണ്, ഈ ഫോമിലല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബൈ യൂസിങ് കാഷീസ് ജനറൽ ഇന്റഗ്രൽ ഫോർമുല. ജനറൽ ഫോർമുല ഫോർ കാഷീസ് ഇന്റഗ്രൽ തിയറം എന്ത് പറയുന്നു? എന്താണ് പറയുന്നത്? 2πi ബൈ എത്ര ഫാക്ടോറിയലാണ്? ഇവിടെ റൈസ് ടു എത്രയാണോ വരുന്നത് അതിന്റെ -1, അപ്പം ബൈ 3 ഫാക്ടോറിയൽ. ഈ വീഡിയോയിൽ ആദ്യം പറഞ്ഞായിരുന്നു ജനറൽ ഫോർമുല എന്താണെന്ന്. അതായത് 2πi ഇവിടെ ഹോൾ റൈസ് ടു 4 വന്നുകൊണ്ട് ഒരെണ്ണം കുറച്ചിട്ട് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു f3' ഓഫ് ആ പോയിന്റ് എന്താണ്? -1 ആണ്. ഇതാണ് ആ ഫോർമുല അപ്ലൈ ചെയ്യേണ്ടത്. 2πi ബൈ ഇവിടെ ഹോൾ റൈസ് ടു 4 ആയതുകൊണ്ട് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു ഇവിടെ എന്താണ്? ഹോൾ റൈസ് ടു 4 ആയതുകൊണ്ട് ഒരെണ്ണം കുറച്ചിട്ട് f3' ഓഫ് -1. ഇനി നമുക്ക് എഫ് ഓഫ് ഇസഡ് അറിയാം. എന്താണ് എഫ് ഓഫ് ഇസഡ്? ഇ റൈസ് ടു 2z. എഫ് ഓഫ് ഇസഡ് അറിയാം, ഇ റൈസ് ടു 2z. അപ്പൊ f' എന്താണ്? അതിന്റെ ഡെറിവേറ്റീവ് 2e റൈസ് ടു 2z. വീണ്ടും ഡെറിവേറ്റീവ് എടുത്താലോ f2' 4e റൈസ് ടു 2z. വീണ്ടും ഡെറിവേറ്റീവ് എടുത്താലോ f3' 8e റൈസ് ടു 2z. നമുക്ക് ആവശ്യമുള്ളവരെ ചെയ്യും. നമുക്ക് f3' വരെ വേണമായിരുന്നു. ഇനി ആ പോയിന്റ് കൊടുക്കാം. f3' -1 f3' ഓഫ് -1 എന്ത് വരും? 8e റൈസ് ടു 2 ഇൻറ്റു -1 ആണ്. അപ്പൊ 8e റൈസ് ടു -2 എന്ന് വരും. അതായത് 8/e². അതും കൂടെ ഇവിടെ കൊടുത്താൽ മതി. അതായത് 2πi എന്താണ്? 3 ഫാക്ടോറിയൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3. f3' ഓഫ് -1 8/e². ഇവിടെ ഒരു 2 വെട്ടിപ്പോകും. ബാക്കി എന്ത് വരും? 8/3 πi ബൈ e² എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ആൻസർ. 8πi ബൈ 3e² എന്ന് കിട്ടി. ഓക്കെ, താങ്ക് യു.